BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി പുത്തൻ സംരംഭവുമായി ബഹ്റൈൻ സർക്കാർ മവൈത്ത് എന്ന പേരിലുള്ള ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ നൂതന സംരംഭത്തിന് തുടക്കം കുറിച്ചത്. സർക്കാർ സേവനങ്ങൾക്കായി നേരിട്ട് ഓഫീസുകളിൽ പോകേണ്ടി വരുന്ന പ്രക്രിയ ലളിതമാക്കുകയാണ് ഈ ആപ്പിന്റെ ലക്ഷ്യം. ഇനി മുതൽ സ്മാർട്ട് ഫോണുകൾ വഴി തന്നെ സർക്കാർ സേവനങ്ങൾക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. ഈ ആശയം ബഹ്റൈന്റെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് നടപ്പാക്കുന്നത്. അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ ആപ്പ് ഉപയോഗിക്കാം. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന കൊടും ചൂഷണവും ലൈംഗിക അതിക്രമവും സംബന്ധിച്ച ഹേമ കമ്മിറ്റി കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നവയെന്ന് ബഹ്റൈൻ പ്രവാസി മിത്ര സംഘടിപ്പിച്ച ചർച്ചാ സദസ്സ് അറിയിച്ചു. 4.5 വർഷം റിപ്പോർട്ട് മുന്നിലുണ്ടായിട്ടും ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്നത് സ്ത്രീ സമൂഹത്തോട് അവഹേളനപരമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നും തെളിയിക്കുന്നതാണെന്ന് സ്ത്രീ അസ്തിത്വവും വ്യക്തിത്വവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ഒരു കൂട്ടം സ്ത്രീകളുടെ തൊഴിലിടങ്ങളിലെ അരക്ഷിതാവസ്ഥയുടെ പ്രശ്ന പരിഹാരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരു പൊളിറ്റിക്കൽ അറ്റാക്കിന് ഉപരിയായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് സീനിയർ ജേർണലിസ്റ്റ് രാജി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സ്ത്രീകൾക്ക് ഭയരഹിതമായി ജോലി ചെയ്യാനും ഹേമ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുകയും വേണമെന്ന് ചർച്ചാ സദസ്സ് അഭിപ്രായപ്പെട്ടു. പ്രവാസി സെന്ററിൽ നടന്ന ചർച്ചാ സദസ്സ് പ്രവാസി മിത്ര വൈസ് പ്രസിഡന്റ് ലിഖിത ലക്ഷ്മൺ നിയന്ത്രിച്ചു. റെനി വിനീഷ് വിഷയ അവതരണം നടത്തി. റജീന ഇസ്മയിൽ, മിനി മാത്യു, ജിജി മുജീബ്, സൗദ പേരാമ്പ്ര, ഗീത വേണുഗോപാൽ, മസീറ നജാഹ്, നുസൈബ, ഫസീല, ഹാരിസ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. പ്രവാസി മിത്ര എക്സിക്യൂട്ടീവ് അംഗം ആബിദ സമാപനം നടത്തി. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസ്ഥാന പദവിക്ക് വേണ്ടി പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിലെ റെബാനിലെ പൊതുറാലിയിൽ പങ്കെടുക്കുകയായിരുന്നു രാഹുൽ. കാശ്മീരിൽ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഒരു രാജാവിനെ പോലെ പെരുമാറുകയാണ്. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ അവകാശങ്ങൾ അപഹരിക്കപ്പെടുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യം അവിടെ അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 90 അംഗ നിയമസഭയിലേക്ക് 3 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിലാണ് വോട്ടെടുപ്പ്. ജമ്മുവിൽ 2 റാലികളിലും കാശ്മീരിൽ 1 റാലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPക്ക് വേണ്ടി കളത്തിലിറങ്ങും. വയനാട് ചൂരൽമലയുടെ ജീവനാഡിയായിരുന്ന പുന്നപ്പുഴയെ വീണ്ടെടുക്കാൻ സർക്കാരിന്റെ പ്രത്യേക കർമ്മ പദ്ധതി. പുഴയെക്കുറിച്ച് പഠിക്കാൻ 6 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ അപേക്ഷയനുസരിച്ചാണ് നടപടി. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ തെളിനീരുറവയായിരുന്നു പുന്നപ്പുഴ. ഉരുൾപൊട്ടലിൽ മണ്ണും പാറയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ച പുഴയെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉരുൾപൊട്ടലിന് ശേഷം ഗതിമാറി ഒഴുകിയ പുഴയെ വീണ്ടെടുക്കുകയെന്ന ലക്ഷ്യവുമായാണ് സർക്കാർ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സന്ദീപ് അധ്യക്ഷനായ 6 അംഗ സമിതിയാണ് പഠനം നടത്തുക. പുഴയുടെ നിലവിലെ അവസ്ഥയും പ്രശ്നങ്ങളും പഠിക്കും. പരിഹാര നിർദ്ദേശം സമിതി സംസ്ഥാന ദുരന്ത നിവാരണ സമിതിക്ക് കൈമാറും. കേരളത്തിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്യും. 1833 തൊഴിലാളികൾക്ക് 1050 രൂപ വില മതിക്കുന്ന സാധനങ്ങൾ അടങ്ങുന്ന കിറ്റാണ് ലഭിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 20 കിലോഗ്രാം അരി, 1 കിലോഗ്രാം പഞ്ചസാര, 1 കിലോഗ്രാം വെളിച്ചെണ്ണ എന്നിവയടങ്ങിയ കിറ്റ് സപ്ലൈകോ മുഖാന്തരം ലഭ്യമാക്കും. അതേസമയം സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ഈ മാസം 9 മുതലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. 5 ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാകും. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ശ്രീ ജഗ്ദീപ് ധൻകർ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ഹരിവൻഷ്, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ശ്രീ ജയപ്രകാശ് നദ്ദ, BJP കേരള അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ C കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് സുധീർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജോർജ് കുര്യന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് മറ്റന്നാൾ. മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക, കേസ് അന്വേഷണം CBIക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് KPCC ജനറൽ സെക്രട്ടറി M. ലിജു അറിയിച്ചു. MLA ഹോസ്റ്റലിന് മുന്നിലെ ആശാൻ സ്ക്വയറിൽ നിന്നും രാവിലെ 11-ന് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് രക്തസാക്ഷി മണ്ഡപം വഴി സെക്രട്ടേറിയറ്റിലെത്തും. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല, കൊടികുന്നിൽ സുരേഷ്, UDF കൺവീനർ MM ഹസൻ, മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ MP തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കും. സെപ്റ്റംബർ 8-ന് ഗുരുവായൂരിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് കല്യാണങ്ങൾ. സെപ്റ്റംബർ 8-ന് ഇതുവരെ ബുക്ക് ചെയ്തത് 330 വിവാഹങ്ങളാണ്. 227 വിവാഹങ്ങളായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. 7-ന് ഉച്ചയ്ക്ക് 12 വരെ നേരിട്ട് ബുക്കിംഗ് ഉള്ളതിനാൽ ഇനിയും എണ്ണം കൂടാമെന്നാണ് വിലയിരുത്തൽ. മലയാള മാസം ചിങ്ങം 23 ഞായറാഴ്ചയാണ് റെക്കോർഡ് ബുക്കിംഗ്. ഓണത്തിന് മുൻപുള്ള ഞായറാഴ്ച എന്ന പ്രത്യേകതയും ഈ ദിവസത്തിനുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ. ദീർഘകാല ദാമ്പത്യമെന്ന വിശ്വാസമാണ് ഏറെ പേരെയും വിവാഹം നടത്താൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാത്രിയും പകലും വിവാഹം നടത്താൻ അനുമതി നൽകിയിരുന്നു. ക്ഷേത്രത്തിന് മുൻപിലെ മണ്ഡപങ്ങളിൽ തന്നെയാണ് രാവും പകലും ഭേദമില്ലാതെ കല്യാണം നടക്കുമെന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ വർഷം ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. തിരക്കിനെ നിയന്ത്രിക്കാൻ പുതിയ തീരുമാനം ഒരു പരിധിവരെ സഹായിക്കുമെന്നാണ് നിരീക്ഷണം. അപകടത്തിൽപ്പെട്ട വാഹനം വിട്ടുകിട്ടാനുള്ള കോടതി ഉത്തരവുമായി പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ SI VR റനീഷിന് 2 മാസത്തെ സാധാരണ തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. അതേസമയം SI സമാന നിയമലംഘനങ്ങളിൽ ഏർപ്പെടരുതെന്ന് നിർദ്ദേശിച്ച് ശിക്ഷ 1 വർഷത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. അഭിഭാഷകൻ ആക്കിബ് സുഹൈൽ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അപൂർവ നടപടി. ശിക്ഷ മരവിപ്പിച്ചതിനാൽ SI തൽക്കാലം ജയിലിൽ പോകേണ്ടി വരില്ല. സംഭവ ദിവസം അവധിയിലായിരുന്ന SGTO SHOTN ഉണ്ണികൃഷ്ണനെതിരായ കോടതിയലക്ഷ്യ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. റനീഷ് കുറ്റം ഏറ്റെടുക്കുകയും കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതിയലക്ഷ്യത്തിൽ എല്ലായ്പ്പോഴും മാപ്പപേക്ഷ പരിഹാരമല്ലെന്ന സുപ്രീം കോടതി ഉത്തരവ് ഉദ്ദേശിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കുറ്റം ഏറ്റെടുത്ത റനീഷ് വിചാരണ നേരിടേണ്ടതാണെന്നും കോടതി പരാമർശിച്ചെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അഭിഭാഷകൻ അപേക്ഷിച്ചു. തുടർന്നാണ് ഹൈക്കോടതി തന്നെ ശിക്ഷ പ്രഖ്യാപിച്ചത്. പോലീസിന്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച മറ്റ് 2 ഹർജികളിൽ തുടർ നടപടി അവസാനിപ്പിച്ചു. പ്രകോപനങ്ങൾക്ക് പോലീസ് വശംവദരാകരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. മാറഞ്ചേരി കാഞ്ഞിരമുക്ക് പുറങ്കിൽ ഗൃഹനാഥൻ കിടപ്പുമുറിയിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടതിനെ തുടർന്ന് ഗുരുതര പൊള്ളലേറ്റ 3 പേർ മരിച്ചു. ഗൃഹനാഥൻ മണികണ്ഠൻ, മാതാവ് സരസ്വതി, മണികണ്ഠന്റെ ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. ഭാര്യയോടൊപ്പം കിടന്നിരുന്ന മുറിക്ക് ബുധനാഴ്ച പുലർച്ചെ 2-ഓടെയാണ് മണികണ്ഠൻ തീ കൊളുത്തിയത്. മണികണ്ഠന്റെ മക്കളായ അനിരുദ്ധൻ, നന്ദന എന്നിവർക്ക് പൊള്ളലേറ്റു. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുറിയിൽ നിന്ന് തീ പുറത്തേക്ക് പടർന്നതിനെ തുടർന്ന് വസ്ത്രത്തിനും പായയ്ക്കും തീപിടിച്ചാണ് കിടപ്പ് രോഗിയായ സരസ്വതി മരിച്ചത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അനിരുദ്ധനും നന്ദനയ്ക്കും പൊള്ളലേറ്റത്. സമീപവാസിയായ സജീവനാണ് മണികണ്ഠന്റെ വീട്ടിൽ നിന്ന് തീയും പുകയും കണ്ടത്. കത്തിക്കരിഞ്ഞ ഗന്ധവും ഉണ്ടായിരുന്നു. ഓടിച്ചെന്നപ്പോൾ വീട്ടിലുള്ളവരെല്ലാം പൊള്ളലേറ്റ നിലയിലായിരുന്നു. 2 ആഴ്ച മുൻപാണ് മണികണ്ഠന്റെ മകളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. ഇതിനിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മണികണ്ഠന് കടകളിൽ പപ്പടം വിതരണം ചെയ്യുന്ന ജോലിയാണ്. റീന കാഞ്ഞിരമുക്ക് സ്കൂളിലെ ജീവനക്കാരിയാണ്. നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് 5 പേരെയും പുറത്തെടുത്തത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ വെച്ചാണ് സരസ്വതിയും മണികണ്ഠനും റീനയും മരിച്ചത്. മൃതദേഹങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പെരുമ്പടപ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.